അടുത്തത് ബൈൻഡിങ് എനർജി. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ മാസ് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. എന്താണ് ന്യൂക്ലിയർ മാസ് എന്ന് പറയുമ്പം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മാസ് ഇസ് ദ സം ഓഫ് മാസസ് ഓഫ് ഇൻഡിവിജ്വൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇസഡ് പ്രോട്ടോണും എൻ ന്യൂട്രോണും ഉള്ള ന്യൂക്ലിയസിനകത്ത് നമ്മൾ വിചാരിക്കുന്നത് ന്യൂക്ലിയർ മാസ് എന്ന് പറയുന്നത് ദിസ് സം ഓഫ് പ്രോട്ടോൺ മാസ് ആൻഡ് ന്യൂട്രോൺ മാസ്, ദാറ്റ് ഈസ് ഇസഡ് എം പി പ്ലസ് എൻ എം എൻ എന്നാണ്. ബട്ട് ആക്ച്വൽ nuclear mass is always less than the sum of masses of its constituent nucleons. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിനെ ഒരു ത്രാസിലെടുത്ത് വെച്ചു. എന്നിട്ട് ഇപ്പുറത്തെ ത്രാസിൽ നമ്മൾ അതിലടങ്ങിയിരിക്കുന്ന ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസിനെ പറക്കി വെച്ചു. അങ്ങനെ വെക്കുമ്പോൾ എപ്പോഴും ഈ ഇൻഡിവിജ്വൽ ന്യൂക്ലിയോൺസിൻ്റെ മാസ്സായിരിക്കും കൂടുതൽ, ന്യൂക്ലിയസിൻ്റെ മാസ് എപ്പോഴും കുറവുമായിരിക്കും. അപ്പോൾ ആ മാസ് എവിടെ പോയി? അതിനെ നമ്മൾ ഡെൽറ്റ എം, മാസ് ഡിഫക്റ്റ് എന്ന ഒരു ലെറ്റർ കൊണ്ടാണ്, മാസ് ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. ഡെൽറ്റ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ മാസ് ഡിഫക്റ്റിനെ ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ആ മാസ് ഡിഫക്റ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ എനർജി, അതിനെയാണ് ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ മാസ് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ എനർജി ഉപയോഗിച്ചാണ് ഇതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂൻ്റ് ന്യൂക്ലിയസിനകത്ത് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബൈൻഡിങ് എനർജി, ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്ന, ദാറ്റ് ഈസ് ഡെൽറ്റ എം ഇൻറ്റു c² എന്ന് പറയുന്ന ആ എനർജിയെ നമ്മൾ ബൈൻഡിങ് എനർജി എന്നാണ് പറയുന്നത്. ബൈൻഡിങ് എനർജി ഈസ് യൂസ്ഡ് ടു ബൈൻഡ് ദി ന്യൂക്ലിയോൺസ് ടുഗദർ ഇൻ ദ ന്യൂക്ലിയസ്. കാരണം ഇതിനകത്തുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസാണ്. അപ്പോൾ അത് പരസ്പരം റിപ്പൽ ചെയ്താൽ അത് അകന്നു പോകും. അങ്ങനെ അകന്നു പോകാതിരിക്കാൻ ഈ ന്യൂക്ലിയോൺസിനെല്ലാം കൂടെ ബൈൻഡ് ചെയ്ത് ഒരുമിച്ച് നിർത്തി ന്യൂക്ലിയസിനകത്ത് തന്നെ കൺഫൈൻ ചെയ്ത് നിർത്താൻ കുറച്ച് എനർജി ആവശ്യമുണ്ട്. ആ എനർജി എന്ന് പറയുന്നത് ഈ മാസ് ഡിഫക്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ബൈൻഡിങ് എനർജി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബൈൻഡിങ് എനർജി, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇരിക്കുന്നു, ആ സ്റ്റേബിൾ ന്യൂക്ലിയസിന് ബൈൻഡിങ് എനർജിക്ക് ഈക്വൽ എമൗണ്ട് ഉള്ള ഒരു എനർജി നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസ് എല്ലാം തന്നെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് ന്യൂക്ലിയോൺസ് സെപ്പറേറ്റ് ചെയ്ത് മാറും. അതായത് that is to disrupt a stable nucleus into its constituent protons and neutrons, the minimum energy required is binding energy. ബൈൻഡിങ് എനർജിക്ക് സമാനമായ എനർജി ന്യൂക്ലിയസിന് കൊടുത്താൽ the nucleus is split up into its constituent ന്യൂക്ലിയോൺസ്. ഓക്കെ, ഇനി ഈ ബൈൻഡിങ് എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ ഈ ബൈൻഡിങ് എനർജി നമ്മൾ ന്യൂക്ലിയസിന് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ബൈൻഡിങ് എനർജി നെഗറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷേ ന്യൂക്ലിയസിനകത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല, പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംശയം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്ത് നിന്നാണ്. അതായത് ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി, ആ ബൈൻഡിങ് എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ആ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി കൂടുന്നു. ഇനി എല്ലാ ന്യൂക്ലിയസിനും ഒരു മിനിമം എനർജി ഉണ്ട്. അവിടെ മിനിമം എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജിയാണ്. നെഗറ്റീവ് എനർജിയുടെ വാല്യൂ മിനിമം ആവുന്ന ന്യൂക്ലിയസ് നമ്മൾ പുറത്തുനിന്നാണ് പറയുന്നത്, ന്യൂക്ലിയസിൻ്റെ പുറത്തുനിന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ബൈൻഡിങ് എനർജിക്ക് ഒരു മിനിമം വാല്യൂ ഉണ്ട്. ആ മിനിമം വാല്യൂവിലിരിക്കുന്ന ന്യൂക്ലിയസിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നു. ഇനി നമ്മൾ പുറത്തുനിന്നൊക്കെ എനർജി, പോസിറ്റീവ് എനർജി കൊടുത്ത് ആ ന്യൂക്ലിയസിൻ്റെ എനർജി കുറയ്ക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നോക്കി ന്യൂക്ലിയസിൻ്റെ എനർജി കൂട്ടുന്നു. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജിക്കൊരു മിനിമം വാല്യൂ ഉണ്ട്. നെഗറ്റീവ് മിനിമം എന്ന് പറയുമ്പം നമ്മൾ ഊഹിക്കണം മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എനർജി കൊടുക്കുമ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ നെഗറ്റീവ് എനർജിയുടെ വാല്യൂ കുറയുന്നു, അതായത് മാഗ്നിറ്റ്യൂഡ് കുറയുന്നു. അപ്പോൾ ആ ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അങ്ങനെ പുറത്തുനിന്ന് എനർജി കൊടുത്ത് ഈ ബൈൻഡിങ് എനർജിയുടെ നെഗറ്റീവ് വാല്യൂവിന് അതേ മാഗ്നിറ്റ്യൂഡുള്ള പോസിറ്റീവ് എനർജി കൊടുക്കുന്നു. അപ്പം
എത്രയായി? എനർജി 0 ആയി. നേരത്തെ ഏറ്റവും നെഗറ്റീവ് മാക്സിമം വാല്യൂ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പുറത്തുനിന്ന് പോസിറ്റീവ് എനർജി കൊടുത്ത് അതിൻ്റെ വാല്യൂ കൂടി. ആ വാല്യൂ അതായത് മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വന്നു. നെഗറ്റീവ് മാഗ്നിറ്റ്യൂഡ് കുറയുമ്പം യഥാർത്ഥത്തിൽ വാല്യൂ കൂടുകയാണ്. അങ്ങനെ കൂടി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വന്നിട്ട് ഈ നെഗറ്റീവ് എനർജിയുടെ അതേ മാഗ്നിറ്റ്യൂഡുള്ള പോസിറ്റീവ് എനർജി കൊടുക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസ് എന്തായി? ന്യൂക്ലിയസിൻ്റെ എനർജി എന്തായി? ഈസ് ഈക്വൽ ടു 0 ആയി. ആ സമയത്ത് എന്ത് ചെയ്യും? അത് ആ ന്യൂക്ലിയസ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻ്റ് ന്യൂക്ലിയോൺസായി സ്പ്ലിറ്റ് ചെയ്ത് മാറി. ഇനി നമ്മൾ ബൈൻഡിങ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എന്താണ്? മാസ് ഡിഫക്റ്റ് ഇൻറ്റു c² ആണ്. മാസ് ഡിഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെൽറ്റ എം എന്ന് പറയുന്നത് ZMB പ്ലസ് NMN മൈനസ് എം, വേർ എം ഈസ് ദി മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ഇൻറ്റു c². അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പുറത്തുനിന്ന് ന്യൂക്ലിയസിനകത്തുനിന്ന് നോക്കുകയാണ്. അപ്പോൾ അകത്തിരിക്കുമ്പം ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ബൈൻഡിങ് എനർജി നെഗറ്റീവായിരിക്കും. പക്ഷേ ന്യൂക്ലിയസിനകത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് ബൈൻഡിങ് എനർജി പോസിറ്റീവാണ്. അപ്പോൾ ഈ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. ബൈൻഡിങ് എനർജി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താണ്? ന്യൂക്ലിയസ് സ്റ്റേബിളാണ്. അപ്പോൾ അതിന് സമാനമായ എമൗണ്ട് ഓഫ് എനർജി ഔട്ട്സൈഡ് നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറും. ഇനി ആ ഒരു ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി 0യേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അകത്തുനിന്നാണ് നോക്കുന്നത്, അതുകൊണ്ട് 0യേക്കാൾ കുറവെന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജി സ്റ്റേബിൾ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കരുത്. അകത്തുനിന്ന് നോക്കുമ്പോൾ ബൈൻഡിങ് എനർജി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് സെൽഫായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് സ്റ്റേബിൾ ആവാൻ ശ്രമിക്കും. അപ്പോൾ അത്രയാണ് ബൈൻഡിങ് എനർജിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരരുത്. എന്താണ് ഒരു സ്ഥലത്ത് ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നു, ഒരു സ്ഥലത്ത് നെഗറ്റീവ് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരരുത്. നമ്മൾ നോക്കണതിൻ്റെ കുഴപ്പമാണ്.